ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം എന്ന് വെച്ചാൽ ബിഗ് ബോസ് തമിഴ് സീസൺ 9 തേർഡ് വീക്കിന്റെ റിവ്യൂ ആണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ചയിലെ റിവ്യൂവിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിന്റെ വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ജ്യൂസ് ഫാക്ടറി ആയിരുന്നു. സീസൺ 7 ഇപ്പൊ നടക്കുന്ന സീസണിൽ ജ്യൂസ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ജ്യൂസ് ഫാക്ടറി ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതേ ടാസ്ക് തന്നെയാണ് ഇവർക്ക് കൊടുത്തത്. പക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ബിഗ് ബോസ് വരുത്തിയിട്ടുമുണ്ട്. മാത്രമല്ല അടിയും വഴക്കും ഒക്കെ നിറഞ്ഞ കലുഷിതമായിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഒരു വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത്. കാരണം ഫിസിക്കൽ അഗ്രഷനും കാര്യങ്ങളും, ഈ കമറുദ്ദീനും തുഷാറും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി, പിടിച്ചു തള്ളലും ഒക്കെ ഉണ്ടായി. കമറുദ്ദീനാണ് അവിടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. മാത്രമല്ല വിജയ് പാറുവിന്റെ ഒരു കാര്യം എടുത്തു പറയണം. കാരണം വിജയ് പാറു ഇവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. വിജയ് പാറു എനിക്ക് ഇപ്പൊ അവിടെ ആ വീട്ടിലുള്ളവർ എന്ന് വെച്ചാൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ സീസൺ 8 അപേക്ഷിച്ച് സീസൺ 9 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കൊള്ളത്തില്ല. കാരണം ഞാൻ സീസൺ 8 മുതലാണ് കണ്ടത്. പക്ഷെ സീസൺ 8 എല്ലാവരും റിയൽ ആയിട്ട് നല്ല ഗെയിം ആയിരുന്നു. എസ്പെഷ്യലി ഗേൾസ് എന്നൊക്കെ നല്ല ഗെയിം ആയിരുന്നു. ബോയ്സ് ഒരു ഇതുണ്ടായിരുന്നു, കൂട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഒരു ഗെയിം ഉണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഇത് ഗെയിം ഇല്ല, ചുമ്മാ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ആയിട്ട് എടുത്തുള്ള ഫൈറ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരി എത്തിനെങ്കിലും ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വിജയ് പാറുവിനെ തന്നെയാണ്. വിജയ് പാറു അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട്, എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫേവറിറ്റീസ് ഒന്നും വിജയ് പാറു കാണിക്കുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഗെയിം വൈസ് എല്ലാവരും വിജയ് പാറു ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആക്റ്റീവ് ആവാത്തവർ മുതൽ നല്ല ആക്റ്റീവായി നിൽക്കുന്ന എല്ലാവരും വിജയ് പാറു ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, സീരിയസ്ലി. പിന്നെ നമ്മുടെ വീക്ക്ലി ടാസ്ക് എന്ന് പറയാം, അതായത് മലയാളം സീസൺ 7 ഇപ്പൊ നടക്കുന്ന മലയാളം സീസൺ 7 ജ്യൂസ് ഫാക്ടറി ഉണ്ടായിരുന്നല്ലോ, ജ്യൂസ് ഫാക്ടറി ടാസ്ക്. ഈ ജ്യൂസ് ഫാക്ടറി ടാസ്ക് ആയിരുന്നു ഇവരുടെ തമിഴ് സീസണിലെ ഈ ആഴ്ചത്തെ, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക്. അത് മാത്രമല്ല ഒരു കാര്യം എടുത്തു പറയണം, ഈ ആഴ്ചത്തെ ഇപ്പൊ നടക്കുന്ന ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പണിപ്പുര ടാസ്ക് ആണ്, 7ന്റെ പണി ടാസ്ക് ആണ്. അതായത് ഇവരെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി, ഇതും പോരാനിട്ട് ഒളിപ്പിച്ചു വെച്ച എല്ലാ സാധനങ്ങളും ബിഗ് ബോസിന്റെ ആൾക്കാരും വന്ന് എടുത്തുകൊണ്ട് പോയി, ഈവൻ അവരുടെ റേഷൻ വരെ. എന്നിട്ട് പുതിയ റേഷനും കാര്യങ്ങളും ഇവർക്ക് കൊടുത്തു. അത് മാത്രമല്ല, എന്നിട്ട് 2 ടീമായിട്ട്, അതായത് സൂപ്പർ ഡ്യൂലക്സുകാരായിട്ടും നോർമൽ ഹൗസ് മേറ്റ്സ് ആയിട്ടും ഗെയിം കളിച്ച് മാക്സിമം പോയിന്റ് കളക്ട് ചെയ്ത് ആ ടാസ്കിൽ വിൻ ചെയ്യുന്ന ഹൗസ് മേറ്റ്സ് ആരാണോ അവര് പോയിട്ട് അവിടെ പണിപ്പുര വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയല്ലേ, പണിപ്പുര വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് സാധനങ്ങൾ എടുക്കണം. ഇവരുടെ ഡ്രസ്സും കോസ്മെറ്റിക്സും ലക്ഷറിയും എല്ലാം അതിനകത്ത് അത് പോയി എടുക്കണം. തനി 7ന്റെ പണി ടാസ്ക്, ബിഗ് ബോസ് മലയാളം സീസൺ 7 7ന്റെ പണി ടാസ്ക്, തനി 7ന്റെ പണി ടാസ്ക്. അത് ഈ ആഴ്ചത്തെ കാര്യം. ഈ ആഴ്ചത്തെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ അടുത്ത ആഴ്ചത്തെ റിവ്യൂ ഇടാം. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ റിവ്യൂ പറയാം, ജ്യൂസ് ടാസ്കിന്റെ കാര്യം പറയാം. ജ്യൂസ് ടാസ്ക് എന്ന് പറയുന്നത് അതിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിൽ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ട് വീട്ടുകാരെല്ലാരും കൂടെ സെലക്ട് ചെയ്തത് വിജയ് പാറുവിനെ, വാട്ടർമെലൻ സ്റ്റാറിനെ ആയിരുന്നു. മാത്രമല്ല ഇതിൽ ജ്യൂസ് ഫാക്ടറി ഓണേഴ്സ് ആയിട്ട് അവിടെ നിന്നത് നമ്മുടെ സൂപ്പർ ഡീലക്സ് ഹൗസ് മേറ്റ്സും, അത് മാത്രമല്ല ഈ ബോട്ടിൽ ഡീലേഴ്സ് ആയിട്ട് നിന്നത് നോർമൽ ഹൗസ് മേറ്റ്സും ആണ് നിന്നത്. നോർമൽ ബിഗ് ബോസ് ഹൗസ് മേറ്റ്സും ആണ് നിന്നത്. ആദ്യത്തെ ദിവസത്തെ ആ ഒരു ടാസ്ക് അത് എല്ലാവരും നന്നായിട്ട് നൈസായിട്ട് ഇവര് ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നു, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു, റിജക്ട് ചെയ്ത് വിടുന്നു. മാത്രമല്ല ഈ ബോട്ടിൽ ഡീലേഴ്സും പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ജ്യൂസ് ഓണേഴ്സും, ഇതും പോരാനിട്ട് ഈ ബോട്ടിൽ ഡീലേഴ്സും ജ്യൂസ് ഓണേഴ്സും പോരാത്തിന് ക്വാളിറ്റി ചെക്കേഴ്സും തമ്മിൽ ഡീലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന പോയിന്റ്സ് കിട്ടും, എനിക്ക് ഇത് വേണം, അതായത് എനിക്ക് എന്താ വേണം, നമ്മുടെ നോമിനേഷൻ ഫ്രീ വേണം, എന്റെ കൂടെ സഹകരിച്ചാൽ നമുക്ക് 2 പേർക്ക് നോമിനേഷൻ ഫ്രീ സ്വന്തമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡീലൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡീലായിരുന്നു മലയാളത്തിൽ വേണ്ടിയിരുന്നത്. സത്യമായിട്ടും ഈ ഒരു ഡീലായിരുന്നു മലയാളത്തിൽ ഇങ്ങനെ ഡീൽ ചെയ്ത് ഇവർ കളിച്ചിരുന്നെങ്കിൽ, ഇവര് മാക്സിമം കോയിൻസ് കളക്ട് ചെയ്തിരുന്നെങ്കിൽ മലയാളത്തിലെ ജ്യൂസ് ഫാക്ടറി ടാസ്ക് അടിപൊളിയാവുമായിരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഇവര് പേഴ്സണൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വെച്ച് എനിക്ക് കിട്ടാതെ തനിക്ക് വേണമെന്നും പറഞ്ഞ് ബോട്ടിൽ എറിഞ്ഞ് പൊട്ടിക്കുന്നു, ആ ജ്യൂസ് കളിക്ക് കുത്തുപൊണി ചെരുവ് എടുത്ത് കളയുന്നു, അങ്ങോട്ടടി ഇങ്ങോട്ടടി, ഇതൊക്കെയായിരുന്നല്ലോ. പക്ഷെ ഇവര് അത്യാവശ്യം നന്നായിട്ട് ഡീൽ ചെയ്ത് കളിച്ചു. മാത്രമല്ല ബിഗ് ബോസ് കുറച്ച് മാറ്റങ്ങൾ വരുത്തി. മാറ്റങ്ങൾ എന്താന്ന് വെച്ചാൽ
നമ്മുടെ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്തതിനു ശേഷം വരുന്ന നമ്മുടെ ബോട്ടിൽസ് ഒന്നെങ്കിൽ ഇവർക്ക് കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ അത് മലയാളത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. പക്ഷെ ബിഗ് ബോസ് എന്ത് ചെയ്തു? ബിഗ് ബോസ് നേരിട്ടാണ് ഈ ബോട്ടില് വാങ്ങിയത്. അതായത് ഈ ക്വാളിറ്റി ചെക്കേഴ്സ് അപ്രൂവ് ചെയ്തിട്ട ബോട്ടിൽസ് ബിഗ് ബോസ് നേരിട്ട് കൊണ്ടുപോയിട്ട് ഈ ഫാക്ടറി ഓണേഴ്സ് കൊടുക്കണം, ജ്യൂസ് ഫാക്ടറി ഓണേഴ്സ് കൊടുക്കണം. ഈ ജ്യൂസ് ഫാക്ടറി ഓണേഴ്സിന് എത്ര ബോട്ടിൽ കൊടുക്കോ അതിനനുസരിച്ചുള്ള കോയിന് ബിഗ് ബോസിന്റെ ബാങ്കർ കൺഫെഷൻ റൂമിൽ നേരിട്ട് ഇവർക്ക് കൊണ്ടുകൊടുക്കും. നേരിട്ട് ഇവർക്ക് കൊണ്ടു കൊടുത്തിട്ട് ഇവർക്കൊരു പിഗ്ഗി ബാഗ്, അതായത് ഈ ജ്യൂസ് ഫാക്ടറി ഓണേഴ്സിന് പിഗ്ഗി ബാഗ് വെച്ചിരിക്കും. ഈ പിഗ്ഗി ബാഗിൽ, അതായത് ഒരു ബോക്സ് അവിടെ വെച്ചിരിക്കും, അതിൽ ഇടാം. അല്ലെങ്കിൽ കോയിൻ തന്ന, അതായത് ബോട്ടിൽ ഡീലേഴ്സിൽ ആർക്കെങ്കിലും വിശ്വാസമുള്ള ഒരാൾക്ക് കോയിൻ കൊടുക്കാം. ഇങ്ങനെയായിരുന്നു ടാസ്ക് പോയത്. ആദ്യത്തെ ദിവസം ആരും അങ്ങനെ കോയിൻ ഒന്നും ആർക്കും കൊടുത്തില്ല. മാക്സിമം ഇവർ കളക്ട് ചെയ്തിട്ട് നോമിനേഷൻ ഫ്രീ സ്വന്തമാക്കാനാണ് ഇവർ നോക്കിയത്. പക്ഷെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആയപ്പോഴേക്കും എന്ത് ചെയ്തു? കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി, ബോട്ടിൽസിന്റെ എണ്ണം കൂട്ടാൻ തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാക്സിമം ഇതിൽ ഏറ്റവും കൂടുതൽ കോയിൻ കളക്ട് ചെയ്ത ഹൗസ് മേറ്റ്സ്, ബിഗ് ബോസ് നോർമൽ ഹൗസ് മേറ്റ്സ് എന്ന് പറയുന്നത് പ്രവീൺ രാജായിരുന്നു. പ്രവീൺ രാജാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനും. പിന്നെ അതുപോലെ തന്നെ ഇതില് എനിക്ക് തോന്നുന്നത് സുഭിക്ഷയാണ് എന്തോ മാക്സിമം കോയിന് സൂപ്പർ ഡ്യൂലക്സ് ഹൗസിൽ കളക്ട് ചെയ്തത്. സുഭിക്ഷയാണ് സൂപ്പർ ഡ്യൂലക്സ് ഹൗസിൽ കളക്ട് ചെയ്തത്. അപ്പം ഇങ്ങനെയായിരുന്നു ഫാക്ടറി ടാസ്ക് പോയത്. പക്ഷെ ഇതിന്റെ ഇടയിൽ തന്നെ ക്വാളിറ്റി ചെക്കേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ ഗെയിം കളിച്ച് വാട്ടർമെലൻ സ്റ്റാറിനെ ഒപ്പം കൂട്ടുകയും പിന്നെ വിജയ് പാറുവിനെ അകറ്റി നിർത്തുകയും, വിജയ് പാറും വാട്ടർമെലൻ സ്റ്റാറുമായിട്ട് നല്ല ഫൈറ്റ് ഉണ്ട്. വിജയ് പാറു ഇനി ഞാൻ ഈ ടാസ്ക് ചെയ്യുന്ന ടാസ്ക് ഇറങ്ങിയിട്ട് പോവുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവ ബഹുലം തന്നെയായിരുന്നു ആ ഒരു വീക്ക് എന്ന് പറയുന്നത്. കാരണം ഈ തുഷാറും കമറുദ്ദീൻ തമ്മിലുള്ള ഒരു ഫൈറ്റ്, അവർ ഹൗസ് ക്ലീനിങ്ങിന്റെ പേര് പറഞ്ഞു, അങ്ങനത്തെ ഒരു ഫൈറ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ കമറുദ്ദീൻ കുറച്ച് ടോക്സിക് ആണ്. കമറുദ്ദീൻ അത്യാവശ്യം ടോക്സിക് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിയുടെ ബിഹേവിയർ അത്ര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ കാണുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ ആഴ്ച എവിക്റ്റ് ആയി പോയതിന്റെ കാര്യം പറ്റി. കഴിഞ്ഞ ആഴ്ച എവിക്റ്റ് ആയി പോയത് ആതിരയാണ് എവിക്റ്റ് ആയി പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആതിരയുടെ അൺഫെയർ ആയിരുന്നു. കുറച്ച് നാളും കൂടെ ആതിരയ്ക്ക് അവിടെ നിൽക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആതിരയേക്കാൾ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ളവരുള്ളപ്പോ എന്തിനാണ് ആതിര പോയിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആതിരയും എഫ് ജെ ആയിട്ട് ഒരു അത് പറയായിരുന്നു, ആതിര എഫ് ജെ ആയിട്ട് ഒരു കോംബോ ഉണ്ടല്ലോ. പക്ഷെ ഇവര് തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇവര് തമ്മിൽ അത്യാവശ്യം ഫൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എഫ് ജിയും ശബരിനാഥുമാണ് കഴിഞ്ഞ ആഴ്ച ഇതിൽ കയറി, അതായത് സൂപ്പർ ഡീലക്സിൽ കയറിയിട്ട് നമ്മുടെ വിജയ് പാറുവും വിയാനെയും സൂപ്പർ ഡീലക്സിന് പുറത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പൊ അവിടെ ക്ലീനിങ്ങിന്റെ പേര് പറഞ്ഞാൽ അവിടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കനിയായിരുന്നു ക്യാപ്റ്റൻ. കനി അത്യാവശ്യം മാക്സിമം കനിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹൗസ് തുഷാറിനേക്കാൾ എത്രയോ ഭേദമായിട്ട് കനി മാക്സിമം ആ ഹൗസ് കൊണ്ടുപോയി. പക്ഷെ ഫേവറിറ്റിസം ഉണ്ടെന്നും അതാണെന്നും പറഞ്ഞ് വീട്ടുകാർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ പ്രവീൺ രാജാണ്. 7ന്റെ പണി ടാസ്ക് ആണ്. പ്രവീൺ രാജിന്റെ കയ്യിൽ നിന്നും നിൽക്കുന്നില്ല. നമുക്ക് നോക്കാം, അത് അടുത്ത ആഴ്ചത്തെ റിവ്യൂല് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ വിജയ് സേതുപതി സാർ ഇവരെ വറുത്തെടുത്ത് വെക്കുകയാണ് ചെയ്തത്. കാരണം വിജയ് സേതുപതി സാറ് വന്നിട്ട് ഇവരെ കൊണ്ട് കയ്പ് നീര് കുടിപ്പിച്ചു. വന്ന ഉടനെ പോയി സ്റ്റോർ റൂമിൽ കയ്പ് നീര് ജ്യൂസ് ഉണ്ട് എടുത്ത് കുടിക്കാൻ പറഞ്ഞു. കയ്പ് നീരെടുത്ത് കുടിപ്പിക്കുക മാത്രമല്ല, വൈൻ ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് കുടിപ്പിക്കുക മാത്രമല്ല, ഒരു ജഗ് കയ്പ് നീര് കൊണ്ട് പാവയ്ക്ക ജ്യൂസ് കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ട് കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? അതുപോലെയായിരുന്നു ആ വിജയ് സേതുപതി സാറ് ആ ഒരു വീക്ക് കണ്ടത്. കാരണം വിജയ് സേതുപതി സാർ വന്ന ഉടനെ തന്നെ ഈ ഇത്രയും ഓരോ എപ്പിസോഡും കാണുമ്പോൾ, ഓരോ ഡേയും കടന്നു പോകുമ്പോൾ നെഞ്ചിന് ഭയങ്കര പെടപ്പായിരുന്നു. കാരണം ഇവരെന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അതായത് ഒരു എക്സോസ്റ്റഡ് ആയിട്ട് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞ ആഴ്ച മൊത്തവും. കാരണം അത്രയ്ക്ക് പേടിയോടെയാണ് കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയത്. അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സും കൊണ്ടുപോയെന്നാണ് അവർ പറയുന്നത്. കാരണം അത്രയ്ക്ക് ഫിസിക്കൽ അഗ്രഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവര്. ഒരു വല്ലാത്തൊരു വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല. സീസൺ 8 ഞാൻ സീസൺ 8 ആണ് കണ്ടത്. സീസൺ 8 ഇതിനേക്കാൾ ഭേദമാണ്. ഇതിനേക്കാൾ ഭേദമൊന്നുമല്ല, സീസൺ 8 എല്ലാവരും റിയൽ ആയിരുന്നു. ഇങ്ങനെ ഫൈറ്റിങ് കാര്യങ്ങൾ അഗ്രഷൻ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും റിയൽ ആയിരുന്നു. എല്ലാവരും റിയൽ ആയിട്ട് ഗെയിം കളിക്കുന്നവരായിരുന്നു. ഞാൻ സീസൺ 8 മുതലാണ് കണ്ടു തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും തമിഴ് ഓഡിയൻസിന്റെ മനസ്സിൽ അവരുടെ ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് സീസൺ 3 ആണ്. നമ്മുടെ സാൻഡി മാസ്റ്റർ ഒക്കെ ഉള്ള സീസൺ 3 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സീസൺ ഇങ്ങനെ ആയി പോകുന്നതിൽ വിഷമമുണ്ട്. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ആഴ്ച കയറുന്ന വൈൽഡ് കാർഡ് എൻട്രീസ് ആരൊക്കെയാണെന്ന് ഇവർ തന്നെ അനൗൺസ് ചെയ്തു. വിജയ് TV തന്നെ അനൗൺസ് ചെയ്തു. അതായത് വൈൽഡ് കാർഡ് എൻട്രീസിന്റെ
വീഡിയോ, അതായത് ഇവരുടെ ഇൻട്രോ വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിജയ് TV അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോൾച്ചായാലും വിജയ് TV അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈൽഡ് കാർഡ്സിന്റെ. അത് ഒരു അതായത് ഈ നമ്മുടെ ആരൊക്കെയാണ് വരുന്നതെന്ന് ഉള്ള പ്രവചനങ്ങൾക്ക് മുന്നേ ഇവർ ചെയ്ത ഒരു അടിപൊളി പരിപാടിയായി പോയി കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. വൈൽഡ് കാർഡ്സ് ആരൊക്കെയാണെന്ന് മുൻകൂട്ടി നേരത്തെ അനൗൺസ് ചെയ്തു. അതുപോലെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ആഴ്ച എന്തായാലും വൈൽഡ് കാർഡുകൾ കയറും. വൈൽഡ് കാർഡുകൾ ഗെയിം മാറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും മലയാളത്തിൽ കണക്കാവാതിരുന്നാൽ മതി, നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ആഴ്ച നല്ല സംഭവം, നല്ല അടിപൊളി ടാസ്ക്കാണ്, പണിപ്പുര ടാസ്ക്കാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവരിത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ആഴ്ച കടന്നു പോകുന്നതെന്ന്. അപ്പം ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ റിവ്യൂ. ഞാൻ ഒന്നും വിട്ടു പോയിട്ടില്ലെന്ന് തോന്നുന്നു, എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഈ ആഴ്ചത്തെ റിവ്യൂ ഞാൻ ഉടനെ ഈ ആഴ്ച കഴിഞ്ഞ അടുത്ത ആഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ ആൻഡ് താങ്ക് യു.